പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഫിഷ് അമിനോ ആസിഡ് നമ്മളൊക്കെ വാങ്ങാറുള്ളതാണ്. ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് നല്ല പച്ച നിറത്തിലൊക്കെ വരാനും നല്ല ഗ്രോത്തിനൊക്കെ വേണ്ടി നമ്മളിത് ചേർക്കാറുണ്ട്. നല്ല വിലയാണിത്. അപ്പോൾ നമ്മൾ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 3 to 5 മില്ലിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഫോളിയേജ് ഉപയോഗിക്കാം. അതായത് ലീഫിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യാം, അല്ലാതെ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം. എന്തായാലും നമ്മൾ നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മൾ ഉപയോഗിക്കാറുള്ള നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാത്തിനും കൊള്ളാം കേട്ടോ. പച്ചക്കറികൾക്ക് നമ്മൾ തക്കാളിക്കും അതുപോലെ തന്നെ വെണ്ടയ്ക്കും വഴുതനയ്ക്കും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൂവുള്ള സമയത്ത് അതിന് മുമ്പ് ചെയ്യണം കേട്ടോ, അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ചീരയ്ക്കൊക്കെ നമ്മൾ തളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് വളരെ ചിലവ് കുറച്ച് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 1 കിലോ ചാള മേടിച്ച് വെച്ചിട്ടുണ്ട്. ചാള വില കുറച്ച് കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിക്കുക. മത്തി, അതായത് ചെറിയ മത്തിയാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. 1 കിലോ ഉണ്ട്. ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എത്ര ദിവസം വെച്ചിരിക്കും എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ചെയ്തിട്ടില്ലാത്തവർ ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. ഇത് ചിലർ 30 ദിവസം വയ്ക്കും, ചിലർ 40 ദിവസം വയ്ക്കും. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ മീനെല്ലാം ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാർട്ടും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. 1 കിലോ മീനുണ്ടെങ്കിൽ 1 കിലോ ശർക്കരയാണ് വേണ്ടത്. ഈ ശർക്കര ഇങ്ങനെ അലുത്തിരിക്കുന്നത് നമുക്ക് ഇതിനായിട്ട് വില കുറച്ച് മേടിക്കാൻ കിട്ടുന്ന ശർക്കരയാണ് ഇത് കേട്ടോ. ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അതാണ് ഇങ്ങനെ ഇത്തിരി ഇരിക്കുക. അപ്പോൾ ആ ശർക്കര ഇരുന്ന പാത്രത്തിൽ തന്നെയാണ്, ഇത് 1 കിലോ ശർക്കരയേ ഉള്ളൂ, അതിൽ തന്നെയാണ് നമ്മൾ ഈ വളം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഇത് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ പിന്നെ മത്തി ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ എന്താ പറയുക, ശർക്കര ഇട്ട് കൊടുത്തു. എന്നിട്ട് അങ്ങനെ ഒരു 3-4 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ടൊന്ന് എഴുതി അറിയിക്കണം. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കുറച്ച് വലിയ പാത്രത്തിൽ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതിപ്പോൾ എന്താ പറയുക, ഒരു 2 കിലോ കൊള്ളുന്ന പാത്രത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല അടപ്പുള്ള, നല്ല മുറുക്കി അടയ്ക്കേണ്ടതാണ്. നല്ല അടപ്പുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. കാരണം നമുക്കിത് ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു 3/4 ഭാഗമൊക്കെ കാണാവുള്ളൂ ഇത് നമ്മൾ നിറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഒരാഴ്ചയിൽ ഒന്ന് കുലുക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒരു പണിയും നമുക്കില്ല കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ ശർക്കരയും നമ്മുടെ മത്തിയും ലെയറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അടയ്ക്കുക നല്ലപോലെ. ഇപ്പോൾ നമ്മളൊന്നും ഇളക്കവും കുലുക്കമൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് അടപ്പുകൊണ്ട് നല്ലതുപോലെ മുറുക്കി അടയ്ക്കണം. അടച്ചിട്ട് എന്താ പറയുക, അധികം സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. ഞാനിത് പെരയ്ക്കകത്താണ് കേട്ടോ വെക്കാൻ പോകുന്നത്. കേട്ടോ, ഇപ്പോൾ തന്നെ നോക്കിയേ, ഇത്രയേ ഉള്ളൂ ഇത് പാത്രത്തിൽ കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി ഇത് വെക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത് നോക്കണം. അപ്പോൾ 21-ാം തീയതിയാണ് ഏട്ടൻ ഇത് വെച്ചത്. അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞു. ഞാനതൊന്ന് ഇടയ്ക്ക് കുലുക്കി കൊടുക്കുവാണ്. കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ, അത് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വീണ്ടും അടുത്ത ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇങ്ങനെ കുലുക്കണം. അത് കഴിഞ്ഞ് 40-ാമത്തെ ദിവസം നമ്മൾ എടുത്തിരിക്കുക കേട്ടോ. എടുത്തിട്ട് അതിപ്പോൾ നോക്കിയാൽ നിങ്ങൾ കിടക്കുന്നത് എങ്ങനെയാണെന്ന്, നല്ല ലിക്വിഡായിട്ട് കണ്ടോ, നല്ലതുപോലെ അതിനകത്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. വേറെ സ്മെല്ലൊന്നും ഇതിനില്ല കേട്ടോ. ചാളയുടെ മണമൊന്നും വരുന്നില്ല, ഒരു അരിഷ്ടത്തിൻ്റെയൊക്കെ മണമാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വളരെ നാൾ ഉപയോഗിക്കാനുണ്ട് കേട്ടോ. ഇതുണ്ടാക്കി വെച്ചാൽ പച്ചക്കറിക്കും പൂച്ചെടിക്കും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് നല്ലതുപോലെ അരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇവിടെ അരിപ്പയേക്കാളും നല്ലത് തോർത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ തോർത്തിലാവുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഇത് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ അരിപ്പയിലാവുമ്പം എന്താ പറയുക, നമ്മൾ കൈ കൊണ്ടൊക്കെ എടുക്കേണ്ടി വരും. ഇതും കൈ ഉപയോഗിക്കണം, എന്നാലും
ഇത് ഞാൻ പറഞ്ഞില്ലേ വലിയ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ, നമ്മൾ നന്നായിട്ട് കൈ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ അതായത് അത് തോർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട്. നമ്മുടെ കോഴി പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അവർക്ക് തീറ്റ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ 4 മണിക്ക് ഒരു ഫുഡ് കൊടുക്കുന്നതാണ്, അത് കൊടുക്കാത്തതുകൊണ്ട് എൻ്റെ ചുറ്റും കൂടിയിരിക്കുക കേട്ടോ. പാവങ്ങളാണ് കേട്ടോ ഇവർ, എപ്പോഴും മുട്ടയിടും. ഇങ്ങനെ നമ്മൾ തോർത്തിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തം ഒഴിക്കുന്നില്ല കേട്ടോ, മൊത്തം ഒഴിച്ചാൽ ചിലപ്പോൾ അതിനുള്ളിലേക്ക് വീഴും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. നല്ല കൊഴുത്താണ് ഇതിരിക്കുന്നത് കണ്ടോ. ഇനി ഇതിൻ്റെ പിശട് വരും കേട്ടോ, ആ പിശട് നമ്മൾ കളയണ്ട. ഏതെങ്കിലും പ്ലാന്റിൻ്റെ ചുവട്ടിൽ അത് ഒത്തിരി ഒന്ന് കുഴി എടുത്തിട്ട് കുഴിച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ മാംഗോസിൻ്റെ ചുവട്ടിലൊക്കെയാണ് കേട്ടോ കുഴിച്ചിടാൻ പോകുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി നല്ലതുപോലെ അരിച്ച് പാത്രത്തിൽ ഒരു കുപ്പിയിലോ ഭരണിയിലോ ഒക്കെ ആയിട്ട് അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഒരാഴ്ചയിലൊന്നോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതിയല്ലോ. ആ സമയത്ത് നമ്മൾ ഇതെടുത്തിട്ട് വെള്ളം ചേർത്ത് ഉപയോഗിച്ചാൽ മതി. മൊത്തം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങളിന്ന് കാണിച്ചു തരാം ഞാൻ. അതാണ്ട് ഏതായാലും നമ്മുടെ കയ്യിലേക്കായി കേട്ടോ. ഇതാണ് നല്ല കൊഴുത്താണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നു അങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഒരു നല്ല ബ്രൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അടുത്ത പാത്രത്തിലേക്ക് ഏത് പാത്രത്തിലേക്കാണ് ഞാൻ ഒന്നും കൂടെ അരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ പിശട് വീണിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ഞാൻ നമുക്ക് ഇത്തിരി വായ്വട്ടമുള്ള പാത്രത്തിലാണല്ലോ ഒഴിക്കാൻ എളുപ്പം. ആ അരിപ്പ വെച്ചിട്ട് ഒന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ ഇതിൽ ഉയർന്ന തോതിൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ നൈട്രജൻ ഉണ്ട്. അപ്പം പറഞ്ഞല്ലോ പ്ലാന്റിൻ്റെ സർവ്വതോമുഖമായ ഗ്രോത്തിനും അത് പൂക്കാനും ഒക്കെ വളരെ നല്ലൊരു വളമാണിത്. അതുപോലെ പ്ലാന്റ് നല്ല ഗ്രീനായിട്ടും നല്ല തഴച്ച് ലക്ഷിയായിട്ട് വളരാനും ഒക്കെ ഇത് ഉപകരിക്കും. കണ്ടോ, ഇത്രയും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് പറഞ്ഞല്ലോ 1 ലിറ്ററിന് 5 മില്ലി മതി. അപ്പോൾ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് ഇതുണ്ട്, സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു 5 മില്ലി ഞാൻ എടുക്കുകയാണ്. ഇത് 5 മില്ലിയുടെ പാത്രമാണ് കേട്ടോ. ഇത് 1 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് ഈ കപ്പിൽ. ഇത് 1 ലിറ്ററിൻ്റെ മഗ്ഗാണ്. അപ്പോൾ ഇത് എടുത്തിട്ട് നമ്മൾ ഇനി സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് സ്പ്രേ ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്നവരും അതുപോലെ തന്നെ ചെടികളെ സ്നേഹിക്കുന്നവരും ഒക്കെ ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചിലരൊക്കെ 30 ദിവസം കഴിഞ്ഞ് എടുക്കുന്നതാണ്, പക്ഷേ 40 ദിവസം വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ഈ കുരുമുളകിനൊക്കെ ഒന്ന് ഇത്തിരി അടിച്ചു കൊടുക്കുന്നുണ്ട്. കുരുമുളകിന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്ലാന്റിനും നമ്മുടെ പൂച്ചെടികൾക്കും ഒക്കെ ഇത് തളിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇത് വില കൊടുത്ത് മേടിക്കണമെങ്കിൽ നല്ല വിലയുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഒരു കിലോ ചാളയും 1 കിലോ ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്കൊരു 6 മാസം ഉപയോഗിക്കാനുള്ളതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചെടികളുടെ ഇമ്മ്യൂണിറ്റി പവറും ഇത് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചീനിയിലൊക്കെ മുളകൊക്കെ നല്ലപോലെ ഉണ്ടായി. ഇപ്പോഴും ഇതിനകത്ത് നിന്നാണ് കേട്ടോ മുളക് പറിക്കുന്നത്. ഞാൻ മുളകൊന്നും വാങ്ങാറേ ഇല്ല. കുരുടിപ്പ് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മൾ അറിയാമല്ലോ, അതിനുവേണ്ടി 1-2 മരുന്ന് ഓർഗാനിക് ഹോം മെയ്ഡായിട്ടുള്ള മരുന്നുകളൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തൊരു വീഡിയോ കയറി കാണണേ. അപ്പോൾ ഇതുവരെയും സബ് ചെയ്യാത്ത കൂട്ടുകാരും സബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവർ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യണേ, ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.